ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് ഇപ്പോൾ കഷ്ടകാലം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ആകെ ലഭിച്ചത് ഒരു സീറ്റ് മാത്രം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരട്ടച്ചങ്കൻ എന്ന പേരോടുകൂടി 10 വർഷം ഈ കേരളം ഭരിക്കുവാൻ തയ്യാറെടുത്ത പിണറായി വിജയനെതിരെ ഇപ്പോൾ CPMഉം CPIയും അങ്ങനെ പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ അദ്ദേഹം രാജിവെക്കണമെന്നൊരു ആവശ്യവുമായി മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. കൂടാതെ പാർട്ടിയോടൊപ്പം നിന്ന, അതായത് LDF എന്ന മുന്നണിയോടൊപ്പം നിന്ന പല ഘടകകക്ഷികളും ഇപ്പോൾ പാർട്ടി വിട്ടു പോകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് വളരെ ശക്തമായി നിൽക്കുന്ന RSPയുടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന RSP ലെനിനിസ്റ്റ് എന്ന പാർട്ടി ഇപ്പോൾ ഇടതുപക്ഷം വിട്ടു പോകുന്ന ഒരു വക്കിൽ എത്തിയിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്രകാരമാണ്. കാലങ്ങളായി തങ്ങൾ LDFനോടൊപ്പം നിൽക്കുന്നു. LDFനെ കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഉത്തരവാദിത്തം RSP ലെനിനിസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് അത് വിജയകരമായി പൂർത്തീകരിക്കുകയും കോവൂർ കുഞ്ഞുമോനെ 2001 കാലഘട്ടം മുതൽ വിജയിപ്പിച്ച് MLA ആക്കി പിണറായി സർക്കാരിനോടൊപ്പം ചേർക്കുന്നുമുണ്ട്. പക്ഷേ 9 വർഷമായും തങ്ങളെ LDFന്റെ ഭാഗമായി പരിഗണിക്കുവാനോ അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ എന്ന കുന്നത്തൂർ MLAയെ ഒരു മന്ത്രിയാക്കുവാനോ CPMോ പിണറായി വിജയനോ തയ്യാറാകുന്നില്ല എന്നൊരു കടുത്ത അമർഷം ഇപ്പോൾ RSP ലെനിനിസ്റ്റിന്റെ സംസ്ഥാന നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് എല്ലാ കാലത്തും ശക്തമായി നിന്നിരുന്ന പാർട്ടിയായിരുന്നു RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇപ്പോൾ NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന RSP 2016 ഒരു ചെറിയ പിണക്കത്തിന്റെ പുറത്ത് LDF വിട്ട UDFിലേക്ക് RSPയുടെ ഒരു വലിയ വിഭാഗം പോയി. ആ സമയത്ത് RSPയിൽ കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ വിഭാഗം, കൊല്ലം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിലനിൽക്കാമെന്ന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2016 റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി വിഘടിച്ച് 2 തട്ടിലാവുകയും കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ വിഭാഗം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ലെനിനിസ്റ്റ് എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നു. 2016 മുതൽ വലിയ വിഭാഗം UDFനോടൊപ്പം പോയപ്പോഴും കോവൂർ കുഞ്ഞുമോനും RSPലും ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് നിലയുറച്ചു നിൽക്കുന്നതും. പക്ഷേ നാളിതുവരെ തങ്ങളെ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്നും അതിന്റെ പ്രധാന കാരണം LDFന്റെ, അതായത് LDF എന്ന മുന്നണിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ കാരണമാണ് തങ്ങൾ ഇതുവരെയും അതിന്റെ LDFന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുക അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശനം ലഭിക്കാതിരിക്കുകയും ഒപ്പം കോവൂർ കുഞ്ഞുമോനെ MLA ആക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഈ വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ട് നാളെ മുഖ്യമന്ത്രിയെ കാണാമെന്നൊരു തീരുമാനം കൂടി RSP ലെനിനിസ്റ്റ് വിഭാഗം എടുത്തിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോനാണ് 2016 ഈ പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അങ്ങോട്ട് കടുത്ത പോരാട്ടം പലതും നേരിട്ട് ഒടുവിൽ വിജയിച്ച് നിലനിന്ന് പോകുന്ന ഒരു MLA ആയി കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂർ മണ്ഡലത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. കോവൂർ കുഞ്ഞുമോൻ തന്നെ നേരിട്ട് തന്നെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി മന്ത്രിസഭാ പുനരൂപീകരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ പരിഗണിക്കുകയോ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയോ ചെയ്തിട്ടില്ല. ആ കാലയളവ് മുതൽ തന്നെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ LDFനോട് വലിയൊരു വിമർശനാത്മകപരമായ നിലപാട് RSP ലെനിനിസ്റ്റ് വിഭാഗത്തിനുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി കടുത്തിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്കും നൽകുന്ന യാതൊരു പ്രാധാന്യവും RSP ലെനിനിസ്റ്റ് നൽകുന്നില്ല എന്നും തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ആരോപണം. അതായത് RSP പോലെ വലിയൊരു വിഭാഗം, കൊല്ലത്തെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി രണ്ടായി പിളർന്ന സമയത്ത് RSP ലെനിനിസ്റ്റ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാം അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിണറായി വിജയനൊപ്പവും സർക്കാരിനൊപ്പവും കൊല്ലത്തെ ഇടതുപക്ഷ ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് RSP ലെനിനിസ്റ്റ് എന്ന പേരിൽ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നൽകിയിരുന്ന ഒരു വാഗ്ദാനം പോലും ഇതുവരെയും ഇടതുപക്ഷത്തിനോ പിണറായി വിജയനോ പൂർത്തീകരിക്കുവാനോ സബലീകരിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം മുൻപോട്ട് വെക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ അമർഷത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ തുറന്നു പറയുന്നതും അതുതന്നെയാണ്. തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു LDFന്റെ മുന്നണി നേതാക്കന്മാർ. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. എന്തായാലും തങ്ങളെ മുന്നണിയിലേക്ക് പരിഗണിക്കുന്നില്ല, കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കുന്നില്ല എന്ന വിഷയങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പരാതി സമർപ്പിക്കാമെന്നൊരു തീരുമാനം കൂടി RSP ലെനിനിസ്റ്റ് അവസാനമായി എടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുവാനും പരാതി നൽകുവാനും അവർ പോകുന്നുണ്ട്. ആ പരാതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ് എങ്കിൽ
കടുത്ത തീരുമാനത്തിലേക്ക് പോകുവാൻ തന്നെയാണ് ലെനിനിസ്റ്റ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അവർ UDF-ലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ അവർ BJP പാളയത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ടോ എന്നതും സംശയിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും സഹികെട്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് RSP ലെനിനിസ്റ്റ്. വർഷങ്ങളായി തങ്ങളുടെ പല ആവശ്യങ്ങളും അംഗീകരിക്കാതെ തങ്ങളെ ഒരു നികൃഷ്ട രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് ഇടതുപക്ഷം കൈക്കൊള്ളുന്നുണ്ട്. ഇത് ശരിയല്ല എന്ന് താക്കീത് നൽകുകയാണ്. ഈ കൊടും വഞ്ചനയ്ക്ക് ഒരു മറുപടി ഉടൻ ഉണ്ടാകും RSP ലെനിനിസ്റ്റിന്റെ ഭാഗത്തു നിന്നുമെന്നും RSPL-ന്റെ സംസ്ഥാന നേതാക്കന്മാർ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇത് ആദ്യമായിട്ടല്ല കോവൂർ കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ പാർട്ടി RSPL-ഉം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കുന്നത്. 4 വട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അതിനെ തുടർന്ന് ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. 2001 മുതൽ കുന്നത്തൂരിന്റെ MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമാനെ ഒരു തവണ പോലും മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയായി പരിഗണിച്ചിട്ടില്ല എന്ന ഒരു കടുത്ത ആക്ഷേപം ഇടതുപക്ഷത്തിനോട് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ലെനിനിസ്റ്റുണ്ട്. പ്രത്യേകിച്ച് 2016 മുതൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലും പരിഗണിച്ചിട്ടില്ല, രണ്ടാം പിണറായി മന്ത്രിസഭയിലും പരിഗണിച്ചിട്ടില്ല. ബി ഗണേഷ് കുമാർ അടക്കമുള്ള പല നേതാക്കന്മാരെയും, അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയിലെ പല നേതാക്കന്മാരെയും മന്ത്രിമാരായി പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം, അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോനെ മാത്രം ദൂരേക്ക് മാറ്റി നിർത്തുന്ന ഒരു നിലപാട് ശരിയല്ല. അതിനെതിരെ കടുത്ത നിലപാടുമായി പാർട്ടി മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു നയം സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, CPM-ലെയും CPI-ലെയും പല ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിക്കെതിരായും ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കെതിരായും രൂക്ഷമായ വിമർശനങ്ങളുമായി എത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും SFI-ക്കെതിരെയും DYFI-ക്കെതിരെയും ഒക്കെ രൂക്ഷ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു. ഈ സാഹചര്യത്തിൽ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി നിൽക്കുന്ന RSP ലെനിനിസ്റ്റ് കൂടി ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ നിലവിലത്തെ അവസ്ഥയിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ RSPയും UDF-ഉം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ശക്തി കേന്ദ്രം രൂപീകരിക്കുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ കൂടി ഇടതുപക്ഷം വിട്ടുപോയാൽ കൊല്ലം ജില്ലയിലുള്ള ഇടതുപക്ഷത്തിന്റെ അപ്രമാദിത്യവും വേരും നഷ്ടപ്പെട്ടു പോകുമെന്നത് തീർച്ചയാണ്. അത് ഏതു വിധേനയും തടയിടേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് എത്തരത്തിൽ കോവൂർ കുഞ്ഞുമോനെ പരിഗണിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ORK അടക്കമുള്ള പല നേതാക്കന്മാരും മന്ത്രിസഭയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ, ബി ഗണേഷ് കുമാർ അടക്കമുള്ള നേതാക്കന്മാർ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പല ഘടകകക്ഷികളെയും രാജ്യസഭയിലേക്കും ഒക്കെ കാര്യമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലും കോവൂർ കുഞ്ഞുമോനെ മാത്രം കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ലെനിനിസ്റ്റിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ആരോപണവും ഉയരുമ്പോൾ അത് ഏത് തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാക്കുവാനുള്ള സാഹചര്യമുണ്ടോ, അവർ ഇടതുപക്ഷം വിട്ട് UDF-ലേക്കോ അല്ലെങ്കിൽ BJP പാളയത്തിലേക്കോ പോകുവാനുള്ള സാഹചര്യമുണ്ടോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ 4 തവണ പരാതി നൽകിയിട്ടും യാതൊരു നീക്കുപോക്കുമില്ല എങ്കിലും തിങ്കളാഴ്ച ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിക്കും. എന്നിട്ടും അതിലൊരു നിലപാടും ഉണ്ടായിട്ടില്ല എങ്കിൽ, എന്നിട്ടും അതിലൊരു തീരുമാനവുമായിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ കടുത്ത നിലപാടിലേക്ക് പോകുവാൻ തന്നെയാണ് RSP ലെനിനിസ്റ്റ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്.